സ്വാഗതം ടോപ് 10ലേക്ക്. മാനമൊന്ന് കറുത്താൽ മണ്ണും മനസ്സും കലങ്ങുന്ന ഇടമായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്. മഴ മുന്നറിയിപ്പുകളും കെടുതിയും തീവ്രമഴയുമൊക്കെ മാറി മാറി ആശങ്കപ്പെടുത്തുന്ന ഈ 4ാം ദിവസവും ഈ രാത്രി വലിയ അപകടങ്ങളില്ലാതെ കടന്നുപോകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. ഉള്ളതെല്ലാം വെള്ളത്തിൽ അമ്മാനമാടുമ്പോൾ ചെളിപുരണ്ട ജീവിതം എങ്ങനെ വീണ്ടും തുടങ്ങേണ്ടു എന്ന ആശങ്കയോടെ ഈ രാത്രിയും അവർ ഉറക്കമില്ലാതെ തള്ളി നീക്കും. അതിനിടെ കേരള ജനതയുടെ അഭിനയ ബിഹേവിയർ മനസ്സിലാകാത്ത മന്ത്രി CP ജോണിനോ തമിഴക രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ ലിംഗമര്യാദകളില്ലാത്ത ചെളിവാരി എറിയലുകൾ നാടകങ്ങൾക്കോ ഇന്നിപ്പോൾ മറുപടിയില്ല. നോക്കാം ടോപ് 10 ഹെഡ്ലൈൻസ്. സംസ്ഥാനത്ത് മഴ ഇനിയും ശക്തമാകും. മഴക്കെടുതിയിൽ ഇതുവരെ 25 മരണം, 4 പേരെ കാണാനില്ല. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട്, 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. നാളെ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. മഴ കുറഞ്ഞിട്ടും അപ്പർ കുട്ടനാട് വെള്ളത്തിനടിയിൽ. മഴക്കെടുതി നേരിടുന്നതിൽ വീഴ്ച പറ്റിയെന്ന വിമർശനങ്ങൾക്കിടെ പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയെന്ന് മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ വിമർശിച്ച് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗകര്യങ്ങളില്ലെന്ന് MV ഗോവിന്ദൻ. തമിഴകത്ത് രാഷ്ട്രീയ നാടകങ്ങൾ. മുഖ്യമന്ത്രി വിജയ്ക്കും നടി തൃഷയ്ക്കുമെതിരായ അധിക്ഷേപ പരാമർശത്തിൽ അറസ്റ്റിലായ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നടപടി മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉദയനിധി സ്റ്റാലിൻ. വിവാദം നാളത്തെ നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ പ്രതിഫലിച്ചേക്കും. ഉദയനിധിയുടെ പരാമർശത്തിൽ TVKയുടെയും അറസ്റ്റിൽ DMKയുടെയും പ്രതിഷേധം. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നുവെന്ന് മന്ത്രി. പ്രതിഷേധവുമായി CPM-ഉം BJP-യും. മന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം നിന്ദ്യമെന്ന് പിണറായി വിജയൻ. വിവാദമായതോടെ സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു മന്ത്രി. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ വിവരങ്ങൾ നൽകാത്തതിൽ PSCക്ക് വിവരാവകാശ കമ്മീഷന്റെ കടുത്ത വിമർശനം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിന്റെ മാർക്ക് വിവരങ്ങളും ലഭ്യമാക്കാത്തത് നിരുത്തരവാദപരമാണെന്ന് കമ്മീഷൻ. ഉത്തരവ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം അട്ടിമറിച്ചു. ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ കർശന നടപടിയെടുക്കാൻ PSCക്ക് നോട്ടീസ് അയച്ച് വിവരാവകാശ കമ്മീഷൻ. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പാർലമെന്റ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി പ്രതിപക്ഷം. അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാട്. പാർലമെന്റിന് പുറത്തും പ്രതിഷേധം. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. എഥനോൾ പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി ആം ആദ്മി പാർട്ടി. കർണാടകയിൽ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ അതൃപ്തി അറിയിച്ച് രാജിഭീഷണി മുഴക്കിയ MLA-മാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. പാർട്ടിയാണ് പ്രധാനമെന്നും രാജിക്കത്ത് 10 മിനിറ്റുകൾക്കകം അംഗീകരിക്കാൻ തയ്യാറാണെന്നും മുഖ്യമന്ത്രി. MLA-മാരുടെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ മാറ്റം വരുത്തിയേക്കും. ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കൊളംബോയിൽ. 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് മുൻപായി ശ്രീലങ്കൻ 11-മായി 3 ദിവസത്തെ സന്നാഹ മത്സരം. ആദ്യ ടെസ്റ്റ് ഈ മാസം 15 മുതൽ. ഇറാൻ US സമാധാന ചർച്ചകളുടെ സാധ്യതകൾ കാറ്റിൽ പറത്തി. ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം. ഇറാന് വീണ്ടും അമേരിക്കയുടെ മുന്നറിയിപ്പ്. ചർച്ചകൾ അനിശ്ചിതത്വത്തിലെന്നും ചർച്ചകളിൽ തനിക്ക് സമയപരിമിതിയില്ലെന്നും ഡൊണാൾഡ് ട്രംപ്. കരാറിൽ ഒപ്പിടാനുള്ള ടെഹ്റാന്റെ അവസാന അവസരമാണെന്നും ട്രംപ്. യുഎസുമായുള്ള നിലവിലെ ചർച്ചകൾ നിഷേധിച്ച് ഇറാൻ. സ്റ്റോറി ഓഫ് ദി ഡേ. വിധിയെ മറികടന്ന് അറിവിന്റെ നേർരേഖയാകുന്ന ശ്രീരേഖ.
തുടർച്ചയായ 4ാം ദിവസവും സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. മഴ മുന്നറിയിപ്പുകൾ മാറി മറിയുമ്പോൾ ദുരിതപ്രദേശങ്ങളിൽ ആശങ്കയൊഴിയുന്നില്ല. വൈകിട്ട് 5 മണിവരെയുള്ള കണക്കുകൾ പുറത്തുവിടുമ്പോൾ 25 മരണമടക്കം കനത്ത നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത്. അപകട മേഖലകളിൽ താമസിക്കുന്നവർക്കടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ 8 ജില്ലകളിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനിടെയാണ് മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കുകൾ പുറത്തുവന്നത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 25 പേരുടെ ജീവൻ നഷ്ടമായി. ഏറ്റവും കൂടുതൽ മരണം കോട്ടയം ജില്ലയിലാണ്. കോട്ടയത്ത് മാത്രം 5 പേർക്ക് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലായി 4 പേരെ കാണാതായിട്ടുണ്ട്. 10 പേർക്കാണ് പരിക്കേറ്റത്. 52 വീടുകൾ പൂർണ്ണമായും 565 വീടുകൾ ഭാഗികമായും തകർന്നു. 418 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2885 കുട്ടികൾ ഉൾപ്പെടെ 18434 പേരാണ് ക്യാമ്പുകളിൽ ഉള്ളത്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ 8 ജില്ലകളിലെ അംഗനവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, വയനാട്, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോടും തൃശൂരും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെയും കരിയങ്കോട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ജില്ലകളിൽ തീവ്ര മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി. 200ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് 32 ക്യാമ്പുകളിലായി 1000ഓളം പേരാണ് കഴിയുന്നത്. അതേസമയം വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി മരിച്ചു. 38-കാരനായ സുഹൈലാണ് മരിച്ചത്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് താമരശ്ശേരി ചുരത്തിലും പാൽ ചുരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരങ്ങളിലൂടെയുള്ള യാത്ര അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തണമെന്നും യാത്രകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും വയനാട് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. വയനാട് ജില്ലയിൽ 14 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 175 പേർ കഴിയുന്നുണ്ട്. കണ്ണൂർ കാഞ്ഞിരപ്പുഴയിൽ കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ കരിയങ്ങോട്ട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രക്ഷാപ്രവർത്തകൻ രാജേഷിന്റെ മൃതദേഹം പുളിങ്ങോം പാലത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കൗഗോളി കടപ്പുറം, മഞ്ചേശ്വരം, ഉപ്പള, ശരഥനഗർ കടപ്പുറം എന്നിവിടങ്ങളിലെല്ലാം കടലാക്രമണം തുടരുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ കോട്ടയം ജില്ലയിൽ ആശങ്കയാണ്. ഏതാനും മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഉച്ചയോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ വീണ്ടും ശക്തമായി. അതോടൊപ്പം പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. NDRFും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തുണ്ട്. കോട്ടയം ജില്ലയിൽ പുലർച്ചെ മുതൽ ഏതാനും മണിക്കൂറുകൾ മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു. എന്നാൽ ഉച്ചയോടെ വീണ്ടും സ്ഥിതിഗതികൾ മാറി. കിഴക്ക് പടിഞ്ഞാറ് വ്യത്യാസമില്ലാതെ കനത്ത മഴ പെയ്തതിനൊപ്പം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ഇതോടെ ആശങ്ക കൂടുതൽ ശക്തമായി. പാലാ മേഖലയിൽ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ പേരൂർ, നീലിമംഗലം, നാഗമ്പടം, കോടിമത, തിരുവാർപ്പ്, കുമരകം തുടങ്ങിയ മേഖലകളിൽ വൈകുന്നേരവും ജലനിരപ്പ് അപകടകരമായ നിലയിൽ തുടരുകയാണ്. ജലനിരപ്പ് കൂടിയെന്നോ കുറയെന്നോ പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഒരു 2 ഇഞ്ചോളം ഇന്ന് രാവിലെ താന്നെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മഴ വരുന്ന കാരണം വീണ്ടും വെള്ളം വരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ നിന്നാൽ അത് ചീത്തയായിട്ടാണ് ഞങ്ങളുടെ അനുഭവം ഇതുവരെ ഉള്ളത്. നേരത്തെ വന്ന റൂട്ടിൽ കൂടെ അല്ല ഇപ്രാവശ്യം വെള്ളം വന്നത്. അതുകൊണ്ട് നമുക്കൊന്നും
ചെയ്തു വെക്കാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന വെള്ളം എത്തിയിട്ടില്ല. ഒരടി വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ 2018 ഒപ്പം വെള്ളം എത്തും. ഫയർഫോഴ്സും NDRFും ഇന്നും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വീടുകളിൽ കഴിഞ്ഞിരുന്ന രോഗികളെയും പ്രായമായവരെയുമാണ് സേനകളുടെ സഹായത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. 5-6 പേര് നമ്മളിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മളിപ്പോൾ തന്നെ പോയി എടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു ശകലം വെള്ളം കൂടുതലുണ്ട്. എന്നിരുന്നാലും നമ്മൾ പാലാ ഭാഗത്തൊക്കെ വെള്ളം മഴ കൂടുവാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഇവിടെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നിലവിൽ ഇവിടെ ഉള്ള വീട്ടുകാരെ ഇന്നലെ തന്നെ മുഴുവൻ ആൾക്കാർ കയറിയിട്ടുണ്ട്. പിന്നെ 2 നേരം താമസിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മൾ രാവിലെ വിളിച്ചിട്ടുണ്ട്. അവരെ രാവിലെ തന്നെ നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലോക്കലായിട്ട് നമ്മുടെ ആൾക്കാരുകളൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവരോടൊക്കെ തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ നമ്മൾ നേരിട്ട് നമ്മൾ കൺട്രോൾ റൂം വഴി വിളിച്ച് പറഞ്ഞ് നമ്മളെ അറിയിക്കുന്നുണ്ട്. അവരെ നമ്മൾ കൂടെ കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറാൻ തയ്യാറാകാത്തവർ ഇനിയുമുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിന് താലൂക്ക് കേന്ദ്രങ്ങളിലെ കൺട്രോൾ റൂമുകളുമായി ജനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ ജലവിനോദങ്ങൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണർകാട് പഞ്ചായത്തിലെ അർത്തൂട്ടിയിൽ ഇന്നലെ വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിൻ്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ മഴക്കെടുതികളിൽ മരിച്ചവരുടെ എണ്ണം 5 ജില്ലയിൽ മഴക്കെടുതികൾ മൂലമുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് ശേഖരിച്ചു വരുന്നതായും ജില്ലാ കളക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തുമെന്ന ആശങ്കയിലാണ് ആലപ്പുഴ ജില്ല. അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളം ഉയർന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടാൻ തോട്ടപ്പള്ളി പൊഴി കൂടുതൽ മുറിക്കുന്ന പ്രവൃത്തിയാണ് ഇനി നടക്കേണ്ടത്. ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചു. മഴ ഇന്നും ജില്ലയിൽ ശക്തമായില്ലെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് ആലപ്പുഴ ജില്ലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കിഴക്കൻ ജില്ലകളിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തും. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന പ്രളയജലം കുട്ടനാട്ടിലെത്തിയ ശേഷമാണ് കടലിലേക്ക് ഒഴുകുക. ഇതിനായി തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ തുറന്നുവെങ്കിലും ഷട്ടറുകളിൽ പോളയും മാലിന്യവും അടിയുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി പൊഴിയിലൂടെയാണ് വെള്ളം കടലിലേക്ക് ഒഴുകുന്നത്. എന്നാൽ പൊഴി മുറിയുക എന്ന സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ് തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ പൊഴിയുടെ നീളം ഇനിയും വർദ്ധിപ്പിക്കേണ്ടതായുണ്ട്. പൊഴിയുടെ നീളം യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൂട്ടിയാൽ മാത്രമേ കുട്ടനാട്ടിനെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയൂ. ഈ പ്രവർത്തനങ്ങളാണ് ഇനി ജില്ലാ ഭരണകൂടം കാര്യക്ഷമമായി നടത്തേണ്ടത്. പൊഴി മുറിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടൊപ്പം ഷട്ടറിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യവും നീക്കം ചെയ്യുന്നത് വെള്ളമൊഴുക്ക് സുഗമമാക്കും. ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലെ മുട്ടാർ, തലവടി, ഇടത്ത പ്രദേശങ്ങളിലും ചെങ്ങന്നൂർ, മാവേലിക്കര പ്രദേശങ്ങളിലും വെള്ളമുയർന്നത് ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ജില്ലയിൽ 53 ക്യാമ്പുകളിലായി 3000-ഓളം ആളുകളാണ് കഴിയുന്നത്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ചയും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. പത്തനംതിട്ടയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റാന്നി, ആറന്മുള, തിരുവല്ല, പന്തളം എന്നീ പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുമായി സംസാരിച്ചു. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം നദികളിലെ എക്കലും ചെളിയും എത്രയും വേഗം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. അപ്രതീക്ഷിത പ്രളയത്തിൽ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരന്ത സാഹചര്യം വിലയിരുത്താൻ ജനപ്രതിനിധികളുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംവദിച്ച ശേഷമാണ് വെള്ളപ്പൊക്കം കനത്ത നാശം വിതച്ച ആറന്മുള, റാന്നി, തിരുവല്ല, പന്തളം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയത്. റാന്നിയിൽ ദുരിതബാധിതരായ ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച അദ്ദേഹം അവരുടെ പരാതികളും നിർദ്ദേശങ്ങളും കേട്ടറിഞ്ഞു. ജില്ലയിൽ നിലവിൽ 133 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ഓളം ആളുകളാണ് കഴിയുന്നത്. ക്യാമ്പുകളിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുക വേണമെങ്കിലും വിനിയോഗിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ വിലയിരുത്തി സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. 2018 പ്രളയത്തിനു ശേഷം നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ച അദ്ദേഹം നദികളിലെ എക്കൽ നീക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. എല്ലാ വർഷവും പ്രളയം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്നും അതിന്റെ ആദ്യ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയബാധിത മേഖലകളിൽ സമയബന്ധിതമായി ഇടപെടാൻ കഴിഞ്ഞതായും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപനം ശക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട.
മഴക്കെടുതിയിൽ ഏകോപനത്തിൽ പാളിച്ചയുണ്ടായിട്ടില്ല എന്ന് മന്ത്രി AP അനിൽകുമാർ. ആറന്മുള ക്യാമ്പിൽ പ്രഭാത ഭക്ഷണം എത്തിയില്ല എന്നതായിരുന്നു ആകെ ഉയർന്ന പരാതി. അത് പരിഹരിച്ചുവെന്നും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ കുഴപ്പമല്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്ന മുന്നറിയിപ്പ് അതാത് സമയങ്ങളിൽ നൽകിയെന്നും മന്ത്രി പറഞ്ഞു. മുന്നറിയിപ്പിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമില്ല. കാരണം അത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തരുന്ന മുന്നറിയിപ്പല്ലാതെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഞങ്ങൾക്ക് തന്ന മുന്നറിയിപ്പ് അതത് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 മണിക്കൂറൊക്കെ ഇടവിട്ടാണ് വിവരങ്ങൾ തരുന്നത്. റെഡ് അലർട്ട് പിന്നെ 1-ാം തീയതി 7 മണി മുതൽ 10 മണിയായിരുന്നു റെഡ് അലർട്ട്. ഞങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ജില്ലകളും മാറി വന്നു, അത് കൊടുത്തു. അതോടൊപ്പം തന്നെ കേരളം പോലുള്ള സംസ്ഥാനത്ത് 6 മാസം മഴ പെയ്തിട്ടും വലിയ വെള്ളപ്പൊക്കം കാണാത്ത കേരളത്തിൽ ഇന്നൊരു ചെറിയ മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര ഭാര്യാപിതാവിനെ കാണാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പേര് പുറത്തു പറയാനാകാത്ത നിക്ഷേപകനുമായി എന്ത് ഡീലാണ് ഉണ്ടാക്കിയതെന്നും മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൗകര്യങ്ങളില്ല എന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അപ്പോൾ പുറത്തു പറയാനാവാത്ത എന്ത് ഡീലടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററുമായിട്ട് പോയി ഡീലുണ്ടാക്കിയത് എന്ന കാര്യം ഇപ്പോഴും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടൂർ പരിപാടിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്ത് വാർത്തയായിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക വാഹനങ്ങളുടെ റൂട്ട് പരിശോധിച്ചാലും അത്തരത്തിലുള്ള ഒരു VIP-യെയും ഒരു നിക്ഷേപകനെയും പരാമർശിക്കുന്നൊന്നും തന്നെ അതിലുമില്ല. തമിഴക രാഷ്ട്രീയത്തിൽ സിനിമയെ വെല്ലുന്ന രാഷ്ട്രീയ നാടകങ്ങൾ. നടി തൃഷയെക്കുറിച്ചുള്ള വിവാദ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പ്രതിപക്ഷ നേതാവും DMK MLA-യുമായ ഉദയനിധി സ്റ്റാലിനെ 4 മണിക്കൂറിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ചു. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് പോലീസിന് ഉത്തരവ് നൽകിയിരുന്നു. അന്വേഷണവുമായി എപ്പോൾ ആവശ്യപ്പെട്ടാലും സഹകരിക്കണമെന്ന് കോടതി ഉദയനിധിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച തഞ്ചാവൂരിൽ കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ യോഗത്തിനിടയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാൻ തമിഴ്നാട് പോലീസിന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എപ്പോൾ ആവശ്യപ്പെട്ടാലും പ്രതിപക്ഷ നേതാവ് അന്വേഷണവുമായി സഹകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദയനിധിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുമെന്ന് സംസ്ഥാന സർക്കാർ മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ചോദ്യം ചെയ്യാനാണ് കസ്റ്റഡിയിലെടുത്തതെന്നും കോടതിയിൽ അറിയിച്ച അഡ്വക്കേറ്റ് ജനറൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഉദ്ദേശമുള്ളത് വ്യക്തമാക്കി. തഞ്ചാവൂരിൽ കാവേരി നദീജല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശം. വിഷയത്തിൽ പരാതികളെ തുടർന്ന് തഞ്ചാവൂർ പോലീസ് കേസെടുക്കുകയും രാവിലെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാകുമെന്ന് കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കവെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചെന്നൈയിലെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് പോലീസ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തത്. അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചതിനും സ്ത്രീകളുടെ മാന്യതയ്ക്ക് കോട്ടം വരുത്തിയതിനും ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നാളെ ബജറ്റ് സമ്മേളനം ചേരാനിരിക്കെ ഉദയനിധിയെ നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്ന് DMK ആരോപിച്ചു. ഉദയനിധിക്കെതിരെ TVK വനിതാ വിങ്ങും വിജയ് സർക്കാരിനെതിരെ DMK പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അതേസമയം താൻ പറയാത്ത കാര്യങ്ങൾ തന്റെ മേൽ അടിച്ചേൽപ്പിച്ച് വ്യാജമായി നിർമ്മിച്ച കഥകൾ ഉപയോഗിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് DMK നേതാവും തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ. കാവേരി നദീജലവുമായി ബന്ധപ്പെട്ടുള്ള കർഷക പ്രശ്നത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. விவசாயிகளுக்கு என்னென்ன விதமான துரோகங்களை செஞ்சிருக்கிறாங்க, தேர்தல் வாக்குறுதின்னு பொய் வாக்குறுதிகளை சொல்லி விவசாயிகளை எப்படி ஏமாத்திருக்கிறாங்க, மேகதாது அணை கட்டுவதற்கு கர்நாடக அரசு மிக தீவிரமாக முயற்சி பண்ணிட்டு இருக்கு. அங்க இருக்கக்கூடிய முதலமைச்சர் அனைத்து கட்சி கூட்டத்தை கூட்டி மேகதாது அணை கட்டுவோம் அப்படின்னு தொடர்ந்து சொல்லிட்டு இருக்கிறாரு. தமிழ்நாட்டுக்கு திறந்து விட வேண்டிய தண்ணியும் திறந்து விடல. எங்களுடைய தலைவர் முதலமைச்சராக இருக்கும்போது
ஒவ்வொரு மாதமும் ஜூன் மாதம் 12ஆம் தேதி மேட்டூர் அணையிலேருந்து தொடர்ச்சியாக இன்னும் சொல்ல போனால் சில ஆண்டு ஜூன் 12க்கு முன்னாடியே இவங்களுடைய தலைவர் விவசாயிகளுக்காக தண்ணியை திறந்து விட்டுருக்கிறாங்க. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശവുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി പാലക്കാട് പറഞ്ഞു. എന്നാൽ താൻ തെറ്റായൊന്നും പറഞ്ഞിട്ടില്ല എന്നും സ്ത്രീകളുടെ ദരിദ്രാവസ്ഥ പറയുകയാണുണ്ടായത് എന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം പരാമർശത്തിനെതിരെ പ്രതിപക്ഷ വനിതാ സംഘടനകൾ രംഗത്തെത്തി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസൊക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പാലക്കാട് നടന്ന കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് ഗതാഗത മന്ത്രി വിവാദ പ്രസ്താവന നടത്തിയത്. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. പരാമർശം വിവാദമായതോടെ മന്ത്രിക്കെതിരെ വനിതാ സംഘടനകൾ രംഗത്തെത്തി. സ്ത്രീകൾ തള്ളിക്കയറി ബസ്സിൽ യാത്ര ചെയ്യുന്നു. സ്ത്രീകൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നു. വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പ്രിയദർശിനി ബസ്സുകൾ സ്ത്രീകളാരും ഇവരുടെ ഒന്നും പുറകെ പോയി യാചിച്ചു വാങ്ങിയിരിക്കുന്ന ഒരു ഔദാര്യമല്ല. ഇതേ സ്ത്രീകളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം സ്ത്രീകൾ മുഴുവനായിട്ട് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സ്ത്രീവിരുദ്ധ പരാമർശം എന്ന പേരിൽ വിഷയം കത്തിക്കയറിയതോടെ വിശദീകരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തി. കേരളത്തിലെ സ്ത്രീകളുടെ ദരിദ്രാവസ്ഥയാണ് പറഞ്ഞത്. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തണമെന്നാണ് പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇനി പ്രസംഗിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ വരാതെ സൂക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു 35% ആളുകൾ അതീവ ദുഃഖം, ഈ സാമ്പത്തികമായിട്ടുള്ള ഡിപ്രൈവേഷൻ, ഇല്ലായ്മകളുള്ളവരാണ്. അവരതിനെ മറികടക്കാൻ പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമങ്ങളിൽ ഒരു ഗൗരവമായ ഇടപെടലായിരുന്നു പ്രിയദർശിനി. തള്ളിക്കളയെന്നുള്ള വാക്കിന് ഇനി ഉപയോഗിക്കാതിരിക്കാം. ഞാൻ തെറ്റായ പരാമർശവും നടത്തിയിട്ടില്ല. എൻ്റെ ലക്ഷ്യമാണല്ലോ പ്രധാനം. അതിൽ ഞാനിനി ഒരു കാര്യം ലേണിംഗ് ഉണ്ട്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ വളരെ കൂളായിട്ട് പണ്ടത്തെ പോലെ പ്രസംഗിക്കരുത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുത്തുവന്നെങ്കിലും മന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം സർക്കാർ ഉദ്ദേശിച്ച രീതിയിൽ പ്രിയദർശിനി ജനകീയമായെങ്കിലും KSRTCക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക ബാധ്യത ചെറുതല്ല. മറുവശത്ത് പ്രൈവറ്റ് ബസ് വ്യവസായം തകർച്ചയിലേക്ക് പോകുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രിയുടെ വാക്കുകൾ നാക്കുപിഴയായി കാണാനാകില്ലെന്നും അവ അങ്ങേയറ്റം നിന്ദ്യവും അവഹേളനവുമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ അവകാശമാണെന്ന LDF നയം അട്ടിമറിച്ച് അവ സർക്കാരിന്റെ ഔദാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് UDF സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. PSCക്ക് വിവരാവകാശ കമ്മീഷൻ വീണ്ടും നോട്ടീസ് നൽകി. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ ഉത്തരസൂചിക ഉദ്യോഗാർത്ഥികൾക്ക് നൽകാത്തതിലാണ് നടപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത PSC നടപടിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിരുന്നു. ആസൂത്രണ ബോർഡ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഉത്തരസൂചിക നൽകണമെന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാനാകില്ലെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് PSC മറുപടി നൽകിയിരുന്നു. കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSCയുടെ നിലപാട്. ഉദ്യോഗാർത്ഥികൾ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയും ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ വീണ്ടും PSCക്ക് നോട്ടീസ് നൽകിയത്. ആസൂത്രണ ബോർഡിലെ 3 ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷയിലാണ് ഗുരുതര ക്രമക്കേട് നടന്നുവെന്ന ആരോപണമുള്ളത്. 100 മാർക്കുള്ള പരീക്ഷയിൽ 58 മാർക്കിനുള്ള 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെയാണ് PSC റാങ്ക് പട്ടിക തയ്യാറാക്കിയത്. നിലവിൽ PSCയുടെ ആഭ്യന്തര വിജിലൻസും ക്രൈംബ്രാഞ്ചും കേസിൽ അന്വേഷണം നടത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
CJP സമരത്തിലെ പോലീസ് നടപടിയും അയോധ്യ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. അയോധ്യ ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷാംഗങ്ങളെ സ്പീക്കർ രൂക്ഷമായി വിമർശിച്ചു. ലോക്സഭ ആദ്യം 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിഞ്ഞു. क्या आप प्रश्नकाल चलाना चाहते हैं? मैं सबको पर्याप्त समय पर्याप्त अवसर दूंगा. രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദവും പ്രതിപക്ഷ പ്രതിഷേധവുമുണ്ടായി. അയോധ്യ സംഭാവന ക്രമക്കേടിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നടപടികൾ തടസ്സപ്പെടുത്തി. സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണെന്നും ശ്രീരാമനെയും അയോധ്യ ക്ഷേത്രത്തെയും അപമാനിച്ചവരാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. और बाकी जो मेंबर लोग ये नोटिस दिया हुआ है उनको मौका मिलना चाहिए. हर बार एनओपी के नाम से वो खड़े होकर के एक ही मुद्दे को दिन भर उठाते रहते हैं. രാമക്ഷേത്ര വിഷയത്തിലും CJP സമരത്തിലെ പോലീസ് നടപടിയിലും പാർലമെന്റിലെ ഇരുസഭകളിലും ചർച്ചയ്ക്ക് അനുമതി നൽകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി സഭയെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. गृहमंत्री या तो डर गए होंगे या तो उनको इस सदन को अपमान करना होगा, इसलिए वो नहीं आए. പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDA പാർലമെന്ററി പാർട്ടി യോഗവും മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ മുന്നണിയും യോഗം ചേർന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എത്തനോൾ പെട്രോളിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ഫിറോസ് ഷാ റോഡിൽ വെച്ച് സുരക്ഷാസേന തടഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും US നിന്ന് എത്തനോൾ വാങ്ങുന്നതും രാജ്യത്ത് E20 പെട്രോൾ വിതരണം അവസാനിപ്പിക്കണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. हरदीप पुरी साहब, इन लोगों की किसी की नहीं चलती. ये निर्णय जो है ये मोदी जी का है, कैबिनेट का है, और ये केवल और केवल ट्रंप के दबाव में किया जा रहा है, क्योंकि ट्रंप के दबाव को मोदी जी बर्दाश्त नहीं कर पा रहे. കർണാടകയിൽ മന്ത്രിസഭാ വികസനത്തിന് പിന്നാലെ അതൃപ്തി അറിയിച്ച് രാജിഭീഷണി മുഴക്കിയ MLA-മാർക്ക് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി DK ശിവകുമാർ. പാർട്ടിയാണ് പ്രധാനമെന്നും രാജിക്കത്ത് മിനിറ്റുകൾക്കകം അംഗീകരിക്കാൻ തയ്യാറാണെന്നും DK ശിവകുമാർ പറഞ്ഞു. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജിഭീഷണി മുഴക്കുന്ന കോൺഗ്രസ് MLA-മാർക്ക് മുന്നറിയിപ്പുമായി കർണാടക മന്ത്രി DK ശിവകുമാർ രംഗത്തെത്തി. ആര് രാജി നൽകിയാലും അത് മിനിറ്റുകൾക്കുള്ളിൽ സ്വീകരിക്കുമെന്നും അതിനാൽ പാർട്ടി നൽകുന്ന സ്ഥാനങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുൻപ് തനിക്ക് മന്ത്രിസ്ഥാനങ്ങൾ നിഷേധിച്ചിരുന്ന കാര്യവും DK ശിവകുമാർ ചൂണ്ടിക്കാട്ടി. ധരംസിംഗിന്റെ കാലത്തോ സിദ്ധരാമയ്യയുടെ ഭരണസമയത്തോ തനിക്ക് രാജിവെക്കാമായിരുന്നെന്നും എന്നാൽ താൻ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട MLA-മാരുടെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനത്തെ ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിൽ മാറ്റം വരുത്തുമെന്നും DK ശിവകുമാർ വ്യക്തമാക്കി. 2.5 വർഷത്തിന് ശേഷം ഈ നിയമനങ്ങളിലും മന്ത്രിമാരുടെ കാര്യത്തിലും മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇത്തരം നടപടികൾ പൂർത്തിയായതിനു ശേഷം നിയമനവുമായി ബന്ധപ്പെട്ട് MLA-മാരുമായി പ്രത്യേകം സംസാരിക്കുമെന്നും DK കൂട്ടിച്ചേർത്തു. പുനഃസംഘടനയുടെ ഭാഗമായി കോൺഗ്രസ് MLA-യായ യശവന്തരയ ഗൌഡ വി പാട്ടീൽ അടക്കമുള്ളവർ പരസ്യമായി പ്രതിഷേധിക്കുകയും രാജിവെക്കുകയും ചെയ്തിരുന്നു. പ്രിയ നേതാക്കൾക്ക് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് MLA-മാരുടെ അനുയായികളും രംഗത്തെത്തിയിരുന്നു. DK ശിവകുമാറും 13 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അവസാന നിമിഷം വരെ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ശ്രീലങ്കൻ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം കൊളംബോയിലെത്തി. 2 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുൻപായി 3 ദിവസത്തെ സന്നാഹ മത്സരവും നടക്കും. ഓഗസ്റ്റ് 15-നാണ് ആദ്യ ടെസ്റ്റ് തുടങ്ങുക. ഓഗസ്റ്റ് 15 മുതൽ 19 വരെ ഗാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും ഓഗസ്റ്റ് 23 മുതൽ 27 വരെ കൊളംബോയിലെ SSC ഗ്രൗണ്ടിലുമായാണ് ടെസ്റ്റ് പരമ്പര നടക്കുന്നത്. മുട്ടിനേറ്റ് പരിക്കിനെ തുടർന്ന് വിശ്രമം അനുവദിച്ച പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം ജമ്മുകശ്മീർ പേസർ ആക്കിബ് നബിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയുമാകും ഇന്ത്യൻ പേസ് നിരയെ നയിക്കുക. ഒപ്പം ഗുർനൂർ ബ്രാർ, ആക്കിബ് നബി എന്നിവരുടെ സാന്നിധ്യം ബൌളിംഗ് നിരയ്ക്ക് കൂടുതൽ കരുത്താകും. സ്പിൻ വിഭാഗത്തിൽ രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും അണിനിരക്കുമ്പോൾ ശ്രീലങ്കൻ സാഹചര്യങ്ങളിൽ പകരക്കാരനായി മാനവ് സുധറുമുണ്ട്. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഋഷഭ് പന്തും ധ്രുവ് ജൂറലും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഏഷ്യൻ സാഹചര്യങ്ങളിൽ ആരെ കളിപ്പിക്കണമെന്നത് കോച്ചിനും ക്യാപ്റ്റനും വലിയ വെല്ലുവിളിയാണ്. ഇതിനു പുറമെ സായി സുദർശന്റെ ഫിറ്റ്നസ് കാര്യത്തിലും ടീം പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. കൊളംബോയിലെ പരിശീലന മത്സരത്തിന് ശേഷമാകും ഇന്ത്യ അന്തിമ 11 തീരുമാനിക്കുക. ഓഗസ്റ്റ് 7-നാണ് കൊളംബോയിൽ 4 ദിവസത്തെ പരിശീലന മത്സരം ആരംഭിക്കുന്നത്. പുതിയ ബൌളർമാർക്ക് താളം കണ്ടെത്താനും ബാറ്റർമാർക്ക് അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ഈ മത്സരം സഹായിക്കും. യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും തന്നെയാകും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. മധ്യനിരയിൽ ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ടീമിന്റെ കരുത്താകും. ലങ്കൻ പിച്ചുകൾ സ്പിന്നിനെ തുണയ്ക്കുമെന്നതിനാൽ ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ നിർണായകമാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നേറാൻ നിർണായകമായ ഈ പരമ്പരയിൽ മികച്ച ജയം സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.